ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് കിടന്നാലോ. നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കേണ്ട സബോള 7 സബോള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സബോള ഉണ്ടായാലേ രസം ഉണ്ടാവുള്ളൂ. 7 മീഡിയം സൈസ് സബോള ഇത് നന്നായി നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, വെളുത്തുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വേപ്പിലും എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം. സബോള നന്നായിട്ട് ഇട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് ഇതിന് വരാം കേട്ടോ. പിന്നെ ഇത് വാടി വരുമ്പോൾ സബോളൊക്കെ നന്നായിട്ട് കുറഞ്ഞു പോവും. അപ്പോൾ ഇത്രയും ഫുള്ള് കാണുന്നതൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോള പെട്ടെന്ന് വാടി വന്നോളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ. നമ്മുടെ സബോളൊക്കെ ഒന്ന് വാടി വരട്ടെ, അത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ സബോളൊക്കെ കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഒന്ന് കിടന്ന് വാഴട്ടെ. നന്നായിട്ട് ഈ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി വന്നാൽ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ആ സമയത്തിന് പക്ഷേ ആ ടേസ്റ്റിൽ നല്ല എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വാടിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിറയെ വേപ്പില ഇടാം, നല്ലൊരു ടേസ്റ്റ് വരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സബോളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. സബോള ആകെ പകുതിയായിപ്പോയി ഇല്ലേ, കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആകെ പകുതിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുമ്പോൾ കുറച്ചൊന്നും എരിവ് കൂടുതൽ വേണം. അപ്പോഴാണ് അതിന് നന്നായിട്ട് ഇറച്ചിമൊക്കെ മുളകൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും എരിവൊക്കെ കറക്റ്റായി വരും. പിന്നെ എപ്പോഴും നമ്മൾ കുറച്ച് നേരം 1 മണിക്കൂർ മുമ്പെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കണം. അപ്പോഴാണ് നമ്മളുടെ ഇറച്ചിമിക്കൊക്കെ നല്ല മസാല ഒക്കെ നന്നായി പിടിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അതിനൊപ്പം നമ്മുടെ മസാലയും നന്നായിട്ട് മുറിഞ്ഞു വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ച നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ വേവിനോട് കൂടി തക്കാളി നന്നായിട്ട് വെന്ത് വന്നോളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ചിക്കനിന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് സിമ്മിൽ വെച്ച് വേവിക്കാം. അതിനുശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് എടുക്കും എന്തായാലും അത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് വെള്ളമൊക്കെ ഇറങ്ങി വന്നത് കണ്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
ഇപ്പോൾ 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ടിട്ട് വേവിക്കാം. അപ്പോൾ ആ കുറച്ച് വെള്ളം ഉള്ളതൊക്കെ ഒന്ന് വറ്റി വന്നോളും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. അവസാനം ഗരം മസാല ഇട്ടാലാണ് അതിൻ്റെ മണവും ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മസാലകളൊക്കെ കിട്ടുന്ന സമയത്ത് ഇടാറുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരെ ബൈ.